ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഈ കൊച്ചു ഭൂമിയാണ് എന്നൊരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകളായി നടത്തിയ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഫലമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അനേകം നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. മനുഷ്യനിർമ്മിത പേടകങ്ങളുടെയും ടെലിസ്കോപ്പുകളുടെയും സഹായത്തോടെ നമ്മുടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുവാനുമായി ആരംഭിച്ചു. അന്നെല്ലാം മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളിലൊന്നാണ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, അതോ ജീവൻ തുടിക്കുന്ന കോടിക്കണക്കിന് ആകാശഗോളങ്ങൾ നമുക്ക് ചുറ്റുമായുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ച് മനുഷ്യൻ യാത്രകൾ ആരംഭിച്ചത് സൗരയൂഥത്തിൽ നിന്നും തന്നെയായിരുന്നു. ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവുമെല്ലാം മനുഷ്യനിർമ്മിത പേടകങ്ങളാൽ പഠനം നടത്തിയ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് സാറ്റേണിലായിരുന്നു. സാറ്റേണിനെ അടുത്തറിയുവാനായി പൈനിയർ 11 വോയേജറുമെല്ലാം അതിൻ്റെ സമീപത്തു കൂടി യാത്രകൾ നടത്തിയെങ്കിലും സാറ്റേണിനെ അതിനെ വലം വെക്കുന്ന ഉപഗ്രഹങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മനുഷ്യന് നേടിത്തന്നത് 1997 നാസ വിക്ഷേപിച്ച് 2004 ജൂലൈ 1 സാറ്റേണിൽ എത്തിച്ചേർന്ന പിന്നീടുള്ള 13 വർഷങ്ങൾ അവിടെ തുടർന്നു പോന്ന കസീനി ഹൈജീൻസ് ദൗത്യമായിരുന്നു. ഈ 13 വർഷ കാലയളവിൽ മനുഷ്യനെ ഞെട്ടിക്കുന്ന പല കണ്ടെത്തലുകളും കസീനി പേടകം നടത്തുകയുണ്ടായി. സാറ്റേണിനെ വലം വെച്ചുകൊണ്ടിരുന്ന കസീനി പേടകം ഒരിക്കൽ സാറ്റേണിൻ്റെ ഉപഗ്രഹമായ എൻസിലാഡസിന് സമീപത്തു കൂടി പോവുകയും ഒരു പക്ഷേ എൻസിലാഡസിൽ ജീവന്റെ തുടിപ്പുകൾ കാണാമെന്നുള്ള ആദ്യ സൂചനകൾ നൽകുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപം കൊള്ളുവാനായി പ്രധാനമായും വേണ്ട ഘടകങ്ങളിലൊന്ന് ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യമാണ്. രണ്ടാമതായി ഊർജവും മിനറലുകളുടെ സാന്നിധ്യവും. ഏകദേശം 500 കിലോമീറ്റർ വ്യാസം വരുന്ന എൻസിലാഡസ് ബഹിരാകാശത്തേക്ക് പുറന്തള്ളുന്ന നീരാവിയിൽ നിന്നും 2 കാര്യങ്ങൾ വ്യക്തമാവുകയുണ്ടായി. പുറമേ കാണുന്ന മഞ്ഞു പാളികൾക്കടിയിൽ ദ്രാവക രൂപത്തിലുള്ള സമുദ്രങ്ങളുണ്ടെന്നും അവ ഊർജം നൽകുവാനായി ഹൈഡ്രോതെർമൽ വെന്റുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതും. നമ്മുടെ ഭൂമിയിൽ ജീവന്റെ അതിതുടുപ്പുകൾ രൂപം കൊണ്ടുവന്നത് സമുദ്രങ്ങളിലായിരുന്നു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും തലമുറകൾ പിറകോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ അഥവാ ലൂക്ക എന്ന ജീവജാലത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എല്ലാം പിൻഗാമിയായ ഈ ഓർഗാനിസം സൂര്യപ്രകാശത്തിൽ നിന്നുമായിരുന്നില്ല ഊർജം കണ്ടെത്തിയിരുന്നത്. പകരം അതൊരു കീമോ ഓട്ടോട്രോപ്പായിരുന്നു. ഗ്രഹങ്ങളിൽ ഇന്റേണൽ ഹീറ്റ് രൂപം കൊള്ളുന്നത് കോറും അതിനെ വലയം വെക്കുന്ന മാഗ്മയും മറ്റ് പ്രതിഭാസങ്ങളും മൂലമാണെങ്കിൽ, ഉപഗ്രഹങ്ങളെ അത് രൂപം കൊള്ളുക വിവിധ ആകാശഗോളങ്ങൾ അതിൽ നടത്തുന്ന ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് വലിച്ചു നീട്ടലും ചുരുക്കപ്പെടലുകളും ഉണ്ടാകുന്നു. തന്മൂലം ഫ്രിക്ഷൻ രൂപം കൊള്ളുകയും സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ താപം രൂപം കൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ 2 പ്രതിഭാസങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടിനെ ചൂടാക്കുകയും ഹൈഡ്രോതെർമൽ വെന്റുകൾ രൂപം കൊള്ളുകയും അതിനു ചുറ്റും ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ ഏറുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ സൾഫൈഡും മീഥേനും ഹൈഡ്രജനുമെല്ലാം ഊർജത്തിൻ്റെ ഉറവിടമായി മാറുകയും കീമോസിന്തസിസ് എന്ന പ്രക്രിയ വഴി ഊർജം ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയിൽ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് ചുറ്റും ഒരു എക്കോസിസ്റ്റം രൂപം കൊള്ളുന്നത് പോലെ തന്നെ അതേ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്പിലും എൻസിലാഡസിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടെയും ഇന്ന് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത ഈ സമയത്ത് കൂടി മൈക്രോബുകളുടെ രൂപത്തിലാണെങ്കിലും ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കസീനി ഹൈജീൻസ് കണ്ടെത്തിയ ഓർഗാനിക് മോളിക്യൂളുകളെല്ലാം ഒരുപക്ഷെ അതിൻ്റെ ബാക്കി പത്രവും ആയിരിക്കാം. അങ്ങനെ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജീവൻ എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രം രൂപം കൊണ്ടുവന്ന ഒന്നാണ്, അതോ ഭൂമിയെപ്പോലെ തന്നെ അനേകം ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ജീവജാലങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റ,
ബൈ ബൈ. എല്ലാവരും നല്ലൊരു ദിവസം നേരുന്നു.